എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീർ അലി. ഇപ്പോൾ മാൽദീവ്സിലാണ്. മാൽദീവ്സിലൊരു ട്യൂണ ഫാക്ടറി കാണാൻ വന്നിരിക്കുകയാണത്. ട്യൂണ ഫാക്ടറി എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിലായിട്ട് കാണാം. വളരെ വലിയൊരു ഫാക്ടറിയാണത്. ഹൊറിസോൺ ഫിഷറീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഫാക്ടറിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഓരോരോ ബോട്ടുകളിൽ വേണ്ട ട്യൂണ ഫിഷുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആ ട്യൂണ ഫിഷുകൾ ഇവിടെ ലോഡ് ചെയ്യുന്ന കാഴ്ചകളാണത്. ബോട്ടിൽ നിന്ന് ലോഡ് ചെയ്ത് അത് വലിയ ക്രെയിനിൽ ഫാക്ടറിയിൽ ഇവിടെ ബോട്ടിൽ നിന്ന് പുറത്തിറക്കുകയും അത് ഫാക്ടറിയിലെ സ്റ്റോറേജ് റൂമിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നുള്ള പ്രോസസ്സും മറ്റുമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഫാക്ടറിയുടെ അകത്ത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ല. പക്ഷേ നമുക്കിവിടെ കൗതുകം നിറഞ്ഞ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബ്രോയിലർ ചിക്കനൊക്കെ ഉണ്ടല്ലോ. ബ്രോയിലർ ചിക്കനൊക്കെ നമ്മൾ ഇതുപോലെ പെട്ടിക്കുള്ളിലൊക്കെ ആക്കിയിട്ട് ടെമ്പുകളിൽ കയറ്റി കൊണ്ടുപോകണത് കണ്ടേക്കണത്. ഇത് അതുപോലെ മീനാണത്. മീൻ എന്ന് പറഞ്ഞത് കണ്ടോ, ട്യൂണ. അപ്പോൾ അത്തരം കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. അപ്പോൾ മാൽദീവ്സിലെ ട്യൂണ ഫാക്ടറിയിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ നിന്ന് ട്യൂണ പ്രോസസ്സ് ചെയ്ത് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകുന്നതിൻ്റെ പേരിൽ തന്നെ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് വീഡിയോ എടുക്കാനും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ ഓരോ ബോട്ടിലും വരുന്ന ഓരോ മീനും നിരീക്ഷിക്കാനായിട്ട് കമ്പനിയുടെ ഈ ബ്ലൂ കളറിലുള്ള യൂണിഫോം കമ്പനി സ്റ്റാഫുകളാണത്. അപ്പോൾ ചെറിയ മീനുകൾ, അതുപോലെ ചീഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉള്ള മീനുകളെല്ലാം തന്നെ ഇവർ അതിൽ നിന്നെടുത്ത് സെപ്പറേറ്റ് തെരഞ്ഞു മാറ്റും. അത്തരം കാഴ്ചകളാണ് ഇവിടെ താഴെ കിടക്കുന്ന മീനുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിപ്പക്കുറവും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ചീയല അല്ലെങ്കിൽ ഡാമേജൊക്കെ കാണുന്ന മീനുകളൊക്കെ അവരെടുത്ത് പ്രത്യേകം മാറ്റിയിടും. ബാക്കിയുള്ളത് ഓരോ ബോട്ടുകളിലും അതുപോലെ ഇവരുടെ സ്റ്റാഫുകളെ കാണാൻ കഴിയും. ഈ ബ്ലൂ കളറിലുള്ള യൂണിഫോം, ഈ യെല്ലോ ഹെൽമെറ്റ് ഉണ്ടല്ലോ, അതാണ് വലിയ ഇരുമ്പ് ബോട്ടുകളിലാക്കിയിട്ട് മീനുകളെ ഈ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും അവിടെ നിന്ന് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി പ്രൊഡക്ഷൻ ഉള്ള ടൈമിൽ, എല്ലാ ദിവസവും പ്രൊഡക്ഷൻ ഇല്ല, പ്രൊഡക്ഷനുള്ള ദിവസങ്ങളിൽ മൊത്തത്തിൽ പ്രൊഡക്ഷനും അല്ലാത്ത സമയങ്ങളിൽ അത് വരെ സ്റ്റോറേജിലും അല്ലാത്ത സമയങ്ങളിൽ ഇവിടുത്തെ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കുന്ന കാഴ്ചകളാണ്. ധാരാളം ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ആ ബോട്ടുകളിൽ നിന്നൊക്കെ ഇതുപോലെ മീനുകൾ ഇറക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഈ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും അത് ഫാക്ടറിയിലേക്ക് മാറ്റുന്ന കാഴ്ചകളാണത്. മീനുകളിൽ തന്നെ 2 ടൈപ്പ് മീനുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് ട്യൂണ തന്നെ 2 ടൈപ്പ് ട്യൂണ നമുക്ക് കാണാൻ കഴിയും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധാപൂർവ്വം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ ഫിഷിൻ്റെ മുകളിലുള്ള വര ലൈനുകൾ കണ്ടില്ലേ, ഇതുപോലെ നീളത്തിലുള്ള ലൈനുകളുള്ളതാണ് ഒറിജിനൽ ട്യൂണ. വട്ടനുള്ള വരകൾ ഇതിൻ്റെ അടുത്ത മറ്റൊരു ഗ്രേഡാണത്. ഈ നീളത്തിലുള്ള വര, അതായത് നീളത്തിലുള്ള വരകളുള്ള ഈ മീനുകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ. അതുപോലെ തന്നെ മറ്റൊരു കാറ്റഗറി ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ മുകളിൽ വരകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല, കണ്ടില്ലേ. ഇത് ലോക്കൽ മാർക്കറ്റിലേക്ക്, ഇതും ട്യൂണ തന്നെയാണ്, പക്ഷെ മറ്റൊരു കാറ്റഗറി. നമ്മളിപ്പോൾ എന്താ പറയുക, അയില എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് കണ്ണയില അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്താ പേരുകളൊക്കെ ഇല്ലേ, അതുപോലെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വരകൾ നമുക്ക് കാണാൻ കഴിയില്ല, കണ്ടോ, ഇവിടെ വരകളില്ല. ഇത് പ്രോസസ്സ് ചെയ്ത് ലോക്കൽ മാർക്കറ്റുകളിലേക്കാണ് പോകുന്നത്. ഇത് ഈ കാണുന്ന ട്യൂണ നമ്മൾ ഗൾഫിലൊക്കെ നമുക്ക് കാണാം, ടിന്നുകളിലൊക്കെ വരുന്നത്, അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഉള്ള ട്യൂണകളാണ്. US-ഉം യൂറോപ്പും അതുപോലെ ഗൾഫ് മാർക്കറ്റിലേക്കൊക്കെ വരുന്ന ആ ട്യൂണ ഇവിടെ നിന്നാണ് നല്ലൊരു ശതമാനവും. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോരോ ബോക്സുകളിൽ നിറച്ച ട്യൂണ ക്രെയിൻ ഉപയോഗിച്ച് ബോട്ടിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ബോട്ടിൽ നിന്ന് പൊക്കി ഇതവിടെ പുറത്തേക്ക് വെച്ച് ഇനി ഇവിടെ നിന്ന് ഇവരുടെ വണ്ടിയിൽ ഇവർ പ്ലാന്റിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ കടമ്പ.
ഫാക്ടറിയുടെ അകത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഓരോ ബോക്സിൻ്റെ വെയിറ്റ് ഇവരിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന കാഴ്ചയാണ് അത് നമ്മൾ കാണുന്നത്. ഇവിടെ ഇലക്ട്രോണിക് സ്ക്രാപ്പ് ഉപയോഗിച്ചത് ചെക്ക് ചെയ്യുകയും അത് നോട്ട് ചെയ്തതിന് ശേഷം ഓരോ ബോക്സിൻ്റെ വെയിറ്റും നോട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് അവർ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ഭാഗത്ത് നമ്മളിതാ മീൻ പ്ലാന്റിലേക്ക് ഇറക്കുന്നത് കണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട്, അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ കയറി പോകുന്നത്. ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഞാനിപ്പോൾ വന്ന സമയത്ത് നിർഭാഗ്യവശാൽ ഇവിടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം സഫിഷ്യൻ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്ത ഓർഡറിലാണ് ഒരു പുതിയത് ചെയ്യുന്നത്. അപ്പോൾ അത് ലോഡ് ചെയ്ത് പോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്, അവരുടെ പോർട്ടിലേക്കും അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും. അപ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാഴ്ചകളാണത്. ഇതപ്പോൾ നമ്മൾ അപ്പുറത്ത് ഫോർക്ക് ലിഫ്റ്റിൽ കൊണ്ടുവന്നിട്ട് ബോട്ടിൽ നിന്ന് ഇറക്കുന്നത് കണ്ടെങ്കിൽ ഇവിടെ എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് കണ്ടെയ്നറിൽ കയറ്റി പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. പ്രധാനമായിട്ടും യൂറോപ്പ് സെക്ടറുകളിലേക്കാണ് ഇത് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യൂറോപ്പും യു എസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാഴ്ചകൾ മാത്രം നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഇനിയൊരു വരവിൽ നമുക്കതിൻ്റെ കാഴ്ചകൾ നമുക്ക് പരമാവധി പകർത്തിയെടുക്കാം. നല്ല വെയിലാണ് കേട്ടോ. കാഴ്ചകൾ ഇങ്ങനെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ഇവരുടെ ഷോപ്പുണ്ട്. നമുക്ക് ആ ഷോപ്പിൽ പോയിട്ട് നമുക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് മേടിക്കാം. ഓക്കെ, ഇത് ബാക്കിലായിട്ട് വലിയ പ്ലാന്റ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഒരു സൈഡ് പ്ലാന്റാണ്, മറ്റേ സൈഡിൽ ഇതാ കടലും ഇവിടെ എക്സ്പോർട്ടിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. സാധനം ഇവിടുന്ന് കടലിൽ നിന്ന് ഇറക്കുന്ന ഇമ്പോർട്ടിങ്ങും നടക്കുന്നുണ്ട്. എല്ലാം ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. രണ്ട് ക്രെയിനുകളിൽ ഒന്ന് ഇവിടുന്ന് കയറ്റി ഫോറിൻ രാജ്യത്തേക്ക് വിടുന്നത്, ഒന്ന് ഇവിടേക്ക് ഈ പ്ലാന്റിലേക്ക് ഫിഷുകൾ ഇറക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫാക്ടറിനോട് ചേർന്നിട്ടുള്ള ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഇവരുടെ തന്നെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാം. മാസ് എന്ന് പറയും. നമ്മൾ ലക്ഷദ്വീപൊക്കെ പോകുന്നവർ സാധാരണ കൊണ്ടുവരുന്ന പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പോകുന്നവരുടെ അടുത്ത് പറഞ്ഞു വെക്കുന്നതാണത് മീൻ ഉണക്കിയത്. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ലുലു മാളിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മീൻ ഉണക്കി ഇതുപോലെ പാക്കറ്റിലാക്കി വന്നിരിക്കുന്ന കാഴ്ചകളാണത്. ഇത് 25, ഇവിടുത്തെ എത്രയാണ്? 25 റുപ്പിയാണ് ഇവിടുത്തെ. അതായത് നാട്ടിലെ 100 രൂപ. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വീട്ടിലേക്ക് മേടിക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ ഇതുകൊണ്ട് നല്ല സ്പെഷ്യൽ ഉമ്മിച്ചിനെ കൊണ്ട് നല്ല രീതിയിലുള്ള പല ഐറ്റംസ് ഉണ്ടാക്കാം. ഇതിന് മുമ്പ് എൻ്റെ ലക്ഷദ്വീപ് യാത്രയിലൊക്കെ ഞാനത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വ്ളോഗിങ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ
ഒന്നും ചെയ്തില്ല, കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇത്തവണ ഇത് മേടിക്കുന്നതുകൊണ്ട് മാസ് കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐറ്റംസ് ഞാനും ഉമ്മച്ചും കൂടി ചേർന്ന് ഉണ്ടാക്കി ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ മാസ് കിട്ടുന്നവർ മേടിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഫാക്ടറിനോട് ചേർന്നുള്ള സൂപ്പർ മാർക്കറ്റിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം, ട്യൂണ ഫിഷ് ഇതുപോലെ ടിന്നിലായി വന്നിരിക്കുന്ന ഇതുകൾ പല രീതിയിലും പല ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്ത് ഉള്ളതാണത്. പ്രത്യേകിച്ച് അറബ്സിൻ്റെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രധാനമായിട്ടും പ്രത്യേകിച്ച് മീനിൻ്റെ അവൈലബിലിറ്റി കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും സർവ്വസാധാരണമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണത്. മീൻ കിട്ടുന്ന സ്ഥലങ്ങളിലും ആൾക്കാർ യൂസ് ചെയ്യും. ഇതിന് ലോകമെമ്പാടും ഒരുപാട് ഇഷ്ടക്കാരാണുള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ മറ്റു പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കമ്പനിയുടെ ഇതാണ് കേട്ടോ, മാസ്, അതായത് മീൻ ഉണക്കിയത് ഡ്രൈ ആക്കിയേക്കുന്നത്. അത് ഓക്കെ, അതിൻ്റെ തന്നെ ചെറിയ പീസുകൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി ചെയ്തെന്ന് കഴിക്കുന്നത്. അപ്പോൾ ഈ 25 റുഫിയാണ് ഇതിൻ്റെയൊക്കെ ചാർജ് വരുന്നത്. ഇതിനൊക്കെ 15, ടിന്നിനൊക്കെ 15, 17, 14 പല ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഇതാണത്. അപ്പോൾ ഈ കമ്പനിയുടെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്തോ എന്നുള്ള ഇതാണത്, മാന്തോ മാസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മാന്തോ ഫിഷറീസിലാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പ്രൊഡക്ഷനും മറ്റും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ 1-2 കാര്യങ്ങൾ ചോദിച്ച് ഇവരുടെ സൂപ്പർവൈസേഴ്സിൻ്റെ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ഈ മീൻ അവിടെ നിന്ന് എടുത്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് 8 മുതൽ 12 മണിക്കൂർ വരെ ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കും. ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് അതിനെന്തൊക്കെ കണക്കുകളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം മീറ്റ് അത് എന്താ പറയുക ഹാർഡാവുമെന്നാണ് പറയുന്നത്. അത് പ്രകാരം പിന്നീട് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റ് കേടാവില്ല, അല്ലാണ്ട് ഡയറക്റ്റ് ഫ്രീസറിലേക്ക് വെച്ച് കേടാവും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അതിനുശേഷം അത് പിന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം ഇവരുടെ ഓർഡർ അനുസരിച്ചിട്ട്, അപ്പോൾ മീനിൻ്റെ വലുപ്പങ്ങളൊക്കെ അനുസരിച്ചിട്ട് പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ മീറ്റിൻ്റെ വലുപ്പം മറ്റതൊക്കെ അനുസരിച്ചിട്ട്, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ട് അത് വ്യത്യസ്തമായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ടിന്നുകളിലാക്കിയിട്ടും ഡ്രൈ ഒക്കെ ആക്കിയിട്ട് വ്യത്യസ്ത ലോക രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന കാഴ്ചകളും അതും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഷറീസ് അല്ലെങ്കിൽ ഈ മീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ മാലി മീൻ മാർക്കറ്റിലെ കാഴ്ചകളും കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക, വീഡിയോസ് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ, കുക്കിംഗ് കാഴ്ചകളൊക്കെ ഞാനും ഉമ്മച്ചും വൈഫൊക്കെ ചേർന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല അടിപൊളി 28 കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.